ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെറിയൊരു ഊണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഒരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കറികളും ഒരു ചമ്മന്തിയും പിന്നെ മത്തി വറുത്തതും, അത് 3ൻ്റെയും റെസിപ്പീസാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ കന്നിമാസമല്ലേ, അപ്പോൾ ഈ മാസത്തിൽ മത്തിക്ക് നല്ല നെയ്യാണ്. അപ്പോൾ ഫ്രൈ ചെയ്താലും കറി ഉണ്ടാക്കിയാലൊക്കെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പരിപ്പും മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ടുള്ളൊരു കറി. അപ്പോൾ അതിനാദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും പിന്നെ ലേശം കറിവേപ്പിലയും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലായിരിക്കുള്ളൂ. അപ്പോൾ നമുക്കതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പരിപ്പ് വേവിക്കാൻ വെക്കാം. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ, അപ്പോൾ ഈ കറി നല്ല കൊഴുപ്പ് വരുള്ളൂ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു കുമ്പളങ്ങ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുമ്പളങ്ങയാണ് ഇത്. അപ്പുറത്തെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോൾ മുറിച്ച് തരികയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാനൊരു പീസ് എടുത്തിട്ട് കുമ്പളങ്ങ ഫ്രഷ് ആയിട്ട് തന്നെ അരിയുമ്പോൾ നല്ലൊരു രസമാണ്. ഉണ്ടാക്കുമ്പോൾ കറിയും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ, ഫ്രഷുള്ള സാധനങ്ങൾ പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ അരിഞ്ഞിരിക്കുന്നത് ഒരല്പം വലുതാണ്. ഇതിൽ കുറച്ചും കൂടെ ചെറുതായി അരിയാൻ പറ്റിയത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കായം പുരട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മീൻ എപ്പോഴും നമ്മൾക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചേർക്കാറുണ്ട്. പിന്നെ മത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളകൊക്കെ ഇട്ട് പുരട്ടുമ്പോൾ നല്ലതാണ്. ശരിക്കും പച്ചക്കുരുമുളക് അരച്ചിട്ട് മത്തി ഫ്രൈ ചെയ്യാറുണ്ട് അല്ലേ, അത് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ പച്ചക്കുരുമുളക്, അതല്ലെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് അതിന്. ഞാനിതിലേക്ക് ഒരല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കാറുണ്ട്, സുർക്ക. ഇതിപ്പോൾ ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും മസാലയിലേക്ക് ഒരല്പം വിനീഗർ ചേർക്കുക. ചിലവരത് വാളംപുളിയൊക്കെ പിഴിഞ്ഞ് ചെറുതായിട്ട് ചേർക്കാറുണ്ട് കേട്ടോ. അതുപോലെ കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില വേണം. അപ്പോൾ കൂടെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മീൻ കായം തേക്കുമ്പോൾ മീനുമ്പോൾ നല്ലോണം കായം പിടിക്കുകയും വേണം, എന്നാലും അത് പൊരിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു എരിവും ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഇത് എടുത്ത് വെക്കണം, അപ്പോൾ അത് കായം പിടിക്കുള്ളൂ നന്നായിട്ട്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം നമുക്ക്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കൈപ്പിടി നിറയെ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചടി അല്ലേ, അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ വേണം ഇതിലേക്ക്. അതുപോലെ തന്നെ കടുകും 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക. കാരണം ഇതിലേക്ക് ഇനി തൈരും കൂടെ ചേർക്കാനുണ്ടല്ലോ ഈ കറിയിലേക്ക്. അപ്പോൾ ഇത് തിക്കായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. അത് അരച്ച തേങ്ങാക്കൂട്ടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലോണം തന്നെ. ഈ ഒരു മസാല ഇതിൽ കിടന്നൊന്ന് വരട്ടിയെടുക്കാം. പച്ചടിയിലേക്ക് എപ്പോഴും തൈര് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കട്ടയായിട്ടുള്ള പുളി കുറഞ്ഞ തൈരാണ് ഇതിന് നല്ലത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടായി വന്നാൽ മതി, അപ്പോഴത്തേനും കറി റെഡിയാവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ കറി പെട്ടെന്ന് കേടാവില്ല. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാമല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഇതിലേക്ക് അല്പം താളിച്ചൊഴിക്കാം നമുക്ക്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം
2-3 ഉണക്കമുളകും കറിവേപ്പിലിട്ട് നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കണം. കടുക് വറുക്കുമ്പോൾ എപ്പോഴും നല്ല കടുക് മൂത്ത് വരണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം മുളകും കടുകും വേപ്പിലൊക്കെ നല്ല മൂത്തിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പരിപ്പ് കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് പരിപ്പ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങ ഇലയും കൂടി ഇട്ടിട്ടുള്ള കറിയല്ലേ. അപ്പോൾ ഞാനിവിടെ ഉണ്ടായ മുരിങ്ങയുടെ ഇലയാണിത്. അപ്പോൾ മുരിങ്ങയുടെ മരമുണ്ട് ഇവിടെ. എപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ചട്ടിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടുത്തെ മുരിങ്ങ മരവും മുരിങ്ങക്കായുടെ ഒക്കെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. മുരിങ്ങമരം വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് തന്നെ ഇതുപോലെ പറിച്ചെടുത്ത് ഉപ്പേരി ആയാലും കറി ആയാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലോണം ഞാൻ കുക്കറിൽ നിന്ന് വെന്ത് വന്നപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയുടെ ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇപ്പോൾ ഒരു കറിയില്ലെങ്കിലും ഇപ്പോൾ മുരിങ്ങ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി നിറയെ തേങ്ങ ഇട്ടിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇത്തിരി ഒരു പച്ചമുളകും അല്പം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ തേങ്ങ അരക്കുമ്പോൾ അരച്ചാൽ നല്ലതാണ്, കറിക്ക് സ്വാദ് കൂടും. അപ്പോൾ ഒരു തിക്കായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അല്പം ഒരു നുള്ള് പെരിഞ്ചീരകത്തിന് ചേർത്താലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ല. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൂട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഇതൊക്കെ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന കറികളല്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി താളിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇടുന്നില്ല കേട്ടോ, ഉണക്കമുളക് മാത്രമേ ഇടുന്നുള്ളൂ. കറിവേപ്പില തേങ്ങയിൽ അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കടുക് എപ്പോഴും നല്ലോണം മൂപ്പിച്ചിട്ട് വേണം ഈ കറിയിൽ ഒഴിക്കാൻ. കടുക് മൂത്ത് വരുമ്പോഴോ അതിന് മണം വരുള്ളൂ. ശരിക്ക് തേങ്ങ കറിയിലൊക്കെ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കണതിൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ ചെയ്യാം. തേങ്ങ അരച്ച കറികളൊക്കെ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഞാനങ്ങനെ ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ചമ്മന്തി നമ്മുടെ മലയാളികളുടെ ഒരു വീക്ക്നെസ്സാണ് ശരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ചമ്മന്തിയിലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. മാങ്ങ ഇപ്പോൾ ഉപ്പിലിട്ടത് അധികം അങ്ങനെ അഴുകി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പുളി വേണമല്ലോ. ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ എരിവും പുളിയുള്ളൊരു സാധനമാണ് ചമ്മന്തി. അതുകൊണ്ട് തന്നെ ചെറിയ 2 എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മുമ്പൊക്കെ ഇത് അമ്മിയിലിട്ടിട്ടല്ലേ അരക്കുക. അമ്മിയിലിട്ട് അരക്കുമ്പോൾ കൂടുതൽ സ്വാദാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം ഞാൻ എരിവിന് വേണ്ടി പച്ചമുളക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ടൊന്ന് അരക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പിട്ടാൽ മതി. അതിൽ ഉപ്പുമാങ്ങയിൽ ഉപ്പുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല. ചമ്മന്തിയുടെ ഒരു ഭാഗത്തിന് നമുക്കറിയാമല്ലോ അരച്ചെടുക്കാം. ശരിക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ ഈ ഉപ്പുമാങ്ങ ചേർത്തായിരുന്നു കൊണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻ കായം പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മസാല തേച്ച മീൻ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യുള്ള ചാളയാണല്ലോ ഇപ്പോൾ ഇത്. നല്ല നെയ്യുള്ള ചാളയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, വെളിച്ചെണ്ണ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലാണ് അടുപ്പിക്കുക ചോറ്. അപ്പോഴത്തേനും അത് വെന്ത് കിട്ടും. മട്ടരിയാണിത്. അപ്പോൾ അത് ചോറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പൊരിക്കാൻ വെച്ച മീനും മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചാൽ മതി എപ്പോഴും. അതല്ലെങ്കിൽ വല്ലാതെ കരിഞ്ഞു പോകുമല്ലോ മീൻ. കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചി പോകും. ഒരുവിധം എനിക്കൊന്നും അധികം അങ്ങനെ മൊരിയാണ് ഇഷ്ടമില്ല കേട്ടോ. ഇല്ല, ഇപ്പോൾ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ മോള് ഉണ്ടാക്കിയ ഗുലാബ് ജാമുനാണിത്. അതിലിപ്പോൾ ഇന്നലെ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒന്ന് വെച്ചതാണ് കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് നമുക്കൊരല്പം മധുരം കഴിക്കാമല്ലോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഇരുമ്പാമ്പുളി അച്ചാറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ലാസ്റ്റ് ഫ്രൈ ചെയ്ത മത്തിയും കൂടെ വെച്ച് കൊടുക്കുക. അത് കംപ്ലീറ്റായി നമുക്കിത് കഴിച്ചാൽ മതി. ശരിക്ക് ചോറിൻ്റെ കൂടെ ചൂടുള്ള മത്തി ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾക്കൊരു എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ മത്തി നല്ല നെയ്യുള്ള ഒരു മത്തിയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളെല്ലാവരും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിള്ളേരെ കൂടെ ഒരു ലുലുവിലേക്ക് ഒന്ന് പോയതാണ്. വൈകുന്നേരം ആയിട്ടുണ്ട്, 7:30 ആയി. അപ്പം ഇത് ശരിക്ക് കരിക്ക് വെച്ചിട്ട് ബീട്രൂട്ട്, ലെമൺ, അതുപോലെ കരിമ്പ് അതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സ്ക്വാഷാണ്. ഫ്രഷായിട്ട് കിട്ടുന്നതാണ്. ഞങ്ങൾ ലുലുവിലേക്കാണ്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ക്രൗഡ് കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും അപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ഉണ്ടാകുമ്പോഴാണ് അതുപോലെയൊക്കെ ഭയങ്കര തിരക്കാവും. പക്ഷെ ഇത്രയധികം തിരക്ക് കാണാറില്ല. പിന്നീടാണ് മനസ്സിലായത് അവിടെ നടന്മാരായ ഷൗബിൻ ഷായറും അതുപോലെ ആസിഫ് അലി, പിന്നെ സുരാജ്, പിന്നെ സംഗീത സംവിധായകൻ ബിജി പാലൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനാണ് ഇത്ര തിരക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലുലുവിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ വെസ്റ്റ് സൈഡിൻ്റെ ഈ ഷോപ്പിൽ സമയം കിട്ടുമ്പോൾ കയറാറുണ്ട്. അവിടുത്തെ ഇതുപോലത്തെ ഇങ്ങനെ ഇൻറ്റീരിയർ സാധനങ്ങളൊക്കെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ശരിക്കും ഈ ഡ്രസ്സൊക്കെ കാണുന്നതിലും എനിക്ക് ഇതുപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കൂടുതൽ ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് പോയി വാങ്ങും അവിടെ. എന്നാൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. ലുലു തുടങ്ങിയതിന് ശേഷം ശരിക്കും ഞാൻ ചെരുപ്പ് വാങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ, വെസ്റ്റ് സൈഡിൽ നിന്ന്. എനിക്ക് പാകമുള്ള ഹീൽ കുറഞ്ഞ ചെരുപ്പൊക്കെ ഇവിടെ നിന്നാണ് കിട്ടാറുള്ളത്. പിന്നെ ഞങ്ങൾ ലുലു കണക്റ്റിലൊന്ന് വെറുതെ ഒന്ന് കയറി. അവിടെ ഇതുപോലെയുള്ള ഇൻറ്റീരിയർ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അത് കാണുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമാണ് എനിക്ക്. ഞാൻ എപ്പോഴും ഇങ്ങനെ ലുലുവിൽ പോകുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ പോയി നോക്കും. എന്നിട്ട് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങും. ഹൈപ്പർ മാർക്കറ്റിൽ പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി 10 മണിക്ക് ശേഷമാണ് അവിടെ ഒന്ന് കയറിയത്. അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും നടന്നു പോരാനുള്ളൊരു ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ റെസിപ്പീസും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.